ഇന്നിപ്പോൾ എത്ര കമ്പനികളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? 100-ലധികം ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ. ഏതൊക്കെയാണെന്ന് കുറച്ച് കമ്പനികളുടെ പേര് പറയാം. ഇൻക്ലൂഡിംഗ് മൈജി, യൂണിമണി, അജിനോറ, റോയൽ ഡ്രൈവ്, അങ്ങനെ പറയുന്ന ഒരുപാട് കമ്പനികൾ ടോപ്പായിട്ട് തന്നെ ചെയ്യുന്നത്. കേരളത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന കമ്പനികളാണ് ശരിക്കും പറഞ്ഞല്ലേ. എന്തൊക്കെ സർവീസുകളാണ് ശരിക്കും ഗ്രോത്ത് ഫാദർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ മെയിൻലി പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് സെയിൽസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇല്ലാന്നാ പറയാം. ഓക്കെ. അതിനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ഒരാൾ കോണ്ടന്റ് റൈറ്റിംഗിലാവും അടിപൊളിയാവുക, ചിലവർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലാവും, ചിലവര് അഡ്വർടൈസ്മെന്റിലാവും. സോ ഇത് മാത്രം പോരെ ശരിക്കും ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ക്ലിയർലി നമുക്ക് മോർ റവന്യൂ കൊണ്ടുവരാനുള്ള ഒരു സോഴ്സ് ആവണം. അപ്പം ആസ് എ ഗ്രോത്ത് ഫാദർ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഇപ്പം ഒരു മാർക്കറ്റിംഗ് ടീമിനെ റെഡിയാക്കി കൊടുക്കുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. രണ്ടാമത്തെ പാർട്ടിൽ എപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് പേഴ്സണ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് മോർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ സ്ഥാപനത്തിൽ. പക്ഷെ പല കമ്പനികളും ഒരുപാട് ഓഫറുകളാണ് തരുന്നത്, പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഇതൊന്നുമില്ല സത്യത്തിൽ. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇൻ ഹൗസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ വരും. എന്നാൽ പോലും അത്രയും ഒരു ഈ പറയുന്ന കമ്പനികൾ ഓഫർ ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടാറില്ല സ്വാഭാവികമായിട്ട്. അതിൽ എന്താണ് ആ ഒരു ഒന്ന് പറയാമോ? അതിൽ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാരിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഒബ്ജക്റ്റീവിലല്ലാണ്ട് നമുക്ക് എത്ര കസ്റ്റമേഴ്സ് വേണം. ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് നമുക്ക് 100 കസ്റ്റമേഴ്സ് വേണം. നമ്മളുടെ കൺവേർഷൻ റേറ്റ് 1% വിചാരിക്കുക. അതായത് ലീഡ് വരുന്നതിൻ്റെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മെറ്റയിലൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നവരുടെ 1% കൺവേർഷൻ റേറ്റ് വേണമെന്ന് വിചാരിക്കുക. സോ ലിറ്ററലി നമുക്ക് 10,000 ലീഡ്സ് ഉണ്ടായാൽ മാത്രമേ ഈ 1% മീറ്റ് ചെയ്യുള്ളൂ. അതിന് പകരം നമ്മൾ ഡിജിറ്റലി കുറേ അഡ്വർടൈസ് ചെയ്തിട്ടോ അല്ല, ഈ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഈ 1% കൺവേർഷൻ റേറ്റിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ 1%-ന് 2% ആക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. സോ 10,000 ലീഡ് വേണ്ടവരുത്ത് 5,000 ലീഡ് മതി. ഇത് മാത്രമല്ല, ഈ 5,000 ലീഡ് കൊണ്ടുവരാൻ നമുക്ക് എത്ര ചെലവുണ്ട് എന്ന് നോക്കുക. അപ്പം ഒരു ലീഡിന് 100 രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപയാവും നമുക്ക്. തീർച്ചയായിട്ടും അത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കുറയും. സോ 5 ലക്ഷം രൂപ കിട്ടുമ്പം ഈ വരുന്ന കസ്റ്റമേഴ്സ് അതിനുള്ള റിട്ടേൺ തരുന്നുണ്ടോ നോക്കുക. അതായത് ഒരു ഫർദർ ക്ലാരിറ്റി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പോൾ ഇതില്ലാണ്ട് നമ്മൾ കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് വളരെ വേഗമായിട്ടുള്ള ഒബ്ജക്റ്റീവ് വെക്കുമ്പോഴും അതിന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താണ്ട് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോഴൊക്കെയാണ് നമുക്കൊരു പ്രോബ്ലം വരിക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സുകാരുടെ ആ ഒരു ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു ഏരിയയിലാവും നമ്മൾ എപ്പോഴും എക്സ്പെർട്ടീസ് ആയിട്ടുള്ളത്. പിന്നെ അതിന് പോലെയുള്ള എക്സ്പേർട്സും ഇവിടെ കേരളത്തിലൊക്കെ കുറവാണ്.